നമസ്കാരം. ഇത് CS രാജീവ് തെക്കീറ്റിൽ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്നാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. കേരളത്തിൽ നിന്ന് കമ്പനി സെക്രട്ടറി എക്സാമിനേഷനിൽ റാങ്ക് ഹോൾഡേഴ്സിനടക്കം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പലരും എന്നോട് ചോദിക്കുന്ന, അത് സ്റ്റുഡൻസ് ആവട്ടെ, പാരൻസ് ആവട്ടെ, ജനറൽ പബ്ലിക് ആവട്ടെ, എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സർ, എന്തുകൊണ്ടാണ് കമ്പനി സെക്രട്ടറി എക്സാമിനേഷനും അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് എക്സാമിനേഷനും ഒക്കെ പാസ് പെർസെൻറ്റേജ് ഇത്ര കുറവ്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് വേണ്ടി വരുന്നത്, ഒന്നിലധികം പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഇത് പാസ്സാകാൻ? ഈ ഒരു ചോദ്യം അവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അവർക്ക് ഈ കോഴ്സ് ചെയ്തു കളയാമെന്നുണ്ട്. എന്നാൽ ഈ കോഴ്സ് എടുത്ത ആൾക്കാരിൽ ജയിച്ചവരെക്കാട്ടിലും കൂടുതൽ തോറ്റവരെയാണ് അവർ കാണുന്നത്. ആ ഒരു ഭീതിയാണ് അവരെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൂടുതൽ കുട്ടികൾ ഈ കോഴ്സുകൾ പഠിക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആവട്ടെ, കമ്പനി സെക്രട്ടറി ആവട്ടെ പഠിക്കാൻ തയ്യാറെടുത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാർമേഘം, ഈ ചോദ്യത്തിൻ്റെ ഒരു കാർമേഘം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യത്തിനെയാണ് ഞാൻ ആൻസർ ചെയ്യുന്നത് ഈ വീഡിയോയിൽ. നിങ്ങൾക്കിത് വായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഒരു ബ്ലോഗായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മുഴുവനുമായിട്ട് കാണാം. കാരണം എന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കുട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഒരാളോ, ഒരു കുട്ടി ഈ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു യഥാർത്ഥമായ ഉപദേശം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ പാസ്സായേക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 38 വർഷമായിട്ട് നിയമങ്ങളിൽ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, കഴിഞ്ഞ 13 വർഷത്തെ എൻ്റെ പഠിപ്പിച്ച എക്സ്പീരിയൻസ്, ഈ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ പല കുട്ടികളും ഈ +2 കഴിഞ്ഞാലോ ഡിഗ്രി കഴിഞ്ഞാലോ ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ CA അല്ലെങ്കിൽ CS പോലെയുള്ള കോഴ്സുകൾ ചെയ്യാതിരിക്കുന്നത്, അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഫിയറാണ്. ഈ വീഡിയോ മുഴുവനുമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിയർ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയേക്കാം, പക്ഷെ മുഴുവനും കാണുക. കാരണം ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ മുഴുവനും അറിഞ്ഞതിന് ശേഷമാണ് എടുക്കേണ്ടത്. Okay, the question is, why professional exams like CA and company secretary see higher failure rates in India? ഏറ്റവും കൂടുതൽ തോൽവി നിരക്ക് എന്തുകൊണ്ടാണ് ഈ കോഴ്സുകളിൽ കാണുന്നത്? ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടിയോട് എന്താകണമെന്ന് ചോദിച്ചാൽ, എനിക്കൊരു കമ്പനി സെക്രട്ടറി ആകണം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണം എന്ന് ചിലപ്പോൾ അവർ മനസ്സിലെങ്കിലും വിചാരിച്ചേക്കാം. പക്ഷെ അവരത് ചെയ്യാതിരിക്കാൻ ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പാസ് 4%, 5% പാസ് പെർസെൻറ്റേജ് ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ കുറയ്ക്കുന്ന രീതിയിൽ പാസ് പെർസെൻറ്റേജ് കുറയുന്നത്? ഓഫ് കോഴ്സ് ആൾക്കാരെ എപ്പോഴും പറയുന്ന ഉത്തരം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഈ സബ്ജക്റ്റ് എന്നതാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പേപ്പറുകൾ എന്നാണ്. ഉറപ്പായും പേപ്പറുകൾ ടഫായിരിക്കാം. പക്ഷേ ആ പേപ്പറിൻ്റെ ടഫ്നെസ് മാത്രമാണോ? കാരണം ഇംഗ്ലീഷ് ആദ്യമായിട്ട് പഠിച്ചപ്പോൾ നിങ്ങൾക്കത് ടഫായിരുന്നില്ലേ? സയൻസ് ആദ്യമായിട്ട് പഠിച്ചപ്പോഴും നിങ്ങൾക്കത് ടഫായിരുന്നു. എനിക്കും അത് ടഫായിരുന്നു. ഹിന്ദി ആദ്യമായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പേപ്പറുകൾ ടഫാണ്? ഓക്കെ, ഡെഫിനറ്റ്ലി ഈ പേപ്പറുകൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കാത്തത്? ഈ ചോദ്യമല്ലേ ഉത്തരം അർഹിക്കുന്ന ചോദ്യം. നമുക്കിതിൻ്റെ കാരണങ്ങളെ 3 തരംതിരിക്കാം. ആദ്യം ഈ പരീക്ഷകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ എന്താണ് ആ പരീക്ഷയിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഈ കോഴ്സിൻ്റെ പരീക്ഷയിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ പരീക്ഷ നടത്തുന്ന സമയത്ത് ഇത് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിലബസ്, ഈ സിലബസ് എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്?
what type of knowledge they are expecting from a student who is pursuing chartered accountancy or company secretary. Of course, അത് നമുക്ക് നോക്കാം. ഒന്ന്, ഈ കോഴ്സിൻ്റെ ഏറ്റവും അറിയാം, ഈ കോഴ്സുകളൊക്കെ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? നിയമത്തിൻ്റെ കാര്യത്തിൽ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ, അക്കൗണ്ടിങ് കാര്യങ്ങളിലൊക്കെ പ്രാക്ടിക്കൽ സിനാരിയോയിൽ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിനാരിയോസിനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന നല്ല ഒരു ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ കമ്പനിയുടെ ഏറ്റവും വലിയ ലെവലിൽ കമ്പനി സെക്രട്ടറിയും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇരിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് നിയമങ്ങളെക്കുറിച്ചും സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും അതിൻ്റെ പ്രാക്ടിക്കൽ സിനാരിയോയെക്കുറിച്ചും നല്ല ഒരു അറിവുണ്ടാകണം. ഈ അറിവാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ അറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സ്റ്റുഡൻറ്റിൽ നിന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ പ്രതീക്ഷിക്കുന്നത്? ഒന്ന്, one of the complaint we call as like vast and dynamic syllabus എന്നുള്ളതാണ്. അതായത് വളരെ വലിയൊരു സിലബസ് ആണ്, പിന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിലബസ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു അക്കാഡമിക് എഡ്യൂക്കേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പുസ്തകത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തിയററ്റിക്കലായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും നമ്മൾ അതെങ്ങനെയാണ് പഠിക്കണത്? 10ാം ക്ലാസ് വരെയും 12ാം ക്ലാസ് വരെയും ഡിഗ്രി ബൈ ഹാർട്ടായിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ ഒരു കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് പ്രോബ്ലംസ് ഉണ്ടാകുമോ? നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാവില്ല. പുതിയ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്. ഈ പുതിയ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി ആ ബുക്കുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ സിറ്റുവേഷൻസിലും റിലവൻ്റ് ആകുമോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് വേണം? അപ് ടു ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡഡ് നോളജ് വേണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ നമ്മൾ പഠിക്കണം. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യണത്? നമ്മൾ ഈ പുസ്തകങ്ങളിലുള്ള വിവരങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുകയും അത് വെച്ച് പരീക്ഷ എഴുതുകയും അത് വെച്ച് പാസ്സാവുകയും ചെയ്യുന്ന സമയത്ത് അത് വെച്ച് പാസ്സാകുന്നതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മളൊരു പ്രൊഫഷണൽ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നമുക്കതിൻ്റെ അപ് ടു ഡേറ്റ് നോളജ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, മാറ്റങ്ങൾ, നിയമങ്ങൾ മാറും, റെഗുലേഷൻസ് മാറാം, പ്രൊവിഷൻസ് മാറാം, പുതിയ ഓർഡേഴ്സ് വരാം, പുതിയ ഡയറക്ഷൻസ് വരാം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾക്കൊരു അറിവുണ്ടാകണം. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വൺ ഓഫ് ദ റീസൺ വൈ പീപ്പിൾ ആർ ഫെയിലിംഗ് ഈസ് ലൈക്ക് നമ്മൾ 12ാം ക്ലാസ് വരെ ഡിഗ്രി വരെയുള്ള ആ ബുക്കിഷ് നോളജ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാതെ നമ്മൾ കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാകണം. ന്യൂസ് പേപ്പറുകൾ വായിക്കണം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവിടെ വരുന്ന കുട്ടികൾ, ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? അപ്പോൾ അവരെന്നോട് ചിരിച്ച് കാണിക്കും. ന്യൂസ് പേപ്പർ വായിക്കണം. ന്യൂസ് പേപ്പറുകൾ വായിക്കുക, ഫിനാൻഷ്യൽ ന്യൂസ് പേപ്പറുകൾ വായിക്കുക. അതുവഴി നമ്മുടെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, കോർപ്പറേറ്റ് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, പുതിയ മാറ്റങ്ങൾ നിയമത്തിലുണ്ട് അത് മനസ്സിലാക്കുക നിർബന്ധമാണ്. യെസ്, ദ സിലബസ് ഈസ് വാസ്റ്റ്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? തോൽക്കാനുള്ള കാരണം നമുക്കറിയാം. ഒരു നിയമം ഉണ്ടാക്കുന്നത് പാർലമെന്റ് ആണെങ്കിൽ പോലും ആ നിയമത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി, ഭരണഘടനാപരമായ സാധുത എവിടെ നമ്മൾ ചെക്ക് ചെയ്യാം? കോടതിയിൽ ചെക്ക് ചെയ്യാം. പിന്നെ പല നിയമങ്ങളും കോടതിയിൽ പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് ഇന്റർപ്രറ്റ് ചെയ്യും കോടതികൾ. അപ്പോൾ ഈ ഇന്റർപ്രിട്ടേഷനും അല്ലെങ്കിൽ കോടതികളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ, ജുഡീഷ്യൽ പ്രസിഡൻസ്, ഓരോ നിയമത്തിലും ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഓരോ കേസിലും നമ്മൾ ടെക്സ്റ്റലായിട്ട് അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല കോടതി അത് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ പ്രസിഡൻസ് എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം. ഈ സിലബസിനെ പഠിച്ചിട്ട് കാര്യമില്ല. അടുത്തത് നമുക്ക് എന്താണ്? കോടതികൾ എടുക്കുന്ന വിലയേറിയ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ പഠിക്കുന്ന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ നിയമങ്ങളിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം, അല്ലേ? ശരിയല്ലേ? നമ്മളൊരു 25 കൊല്ലം മുമ്പത്തെ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ആ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. സോ ജുഡീഷ്യൽ പ്രസിഡൻസ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇന്നുള്ളത്. ഇന്ന് കുട്ടികൾ പലരും എങ്ങനെയാണ്, ഇത് ഞാനാണ് ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ എനിക്കാണ് ഈ പ്രോബ്ലം വന്നതെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും എന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. കാരണം ഈ പരീക്ഷയിൽ, ഈ CA ആവട്ടെ, കമ്പനി സെക്രട്ടറി ആവട്ടെ, ഈ പരീക്ഷയിൽ വാട്ട് ഈസ് ദിസ്, ഹൂ ഈസ് ദാറ്റ്, ഹൗ ഈസ് ദിസ്, ഇങ്ങനത്തെ ചോദ്യങ്ങളല്ല വരുന്നത്. അവരൊരു പ്രാക്ടിക്കൽ സിനാറിയോ നിങ്ങൾക്ക് തരികയും ഈ പ്രാക്ടിക്കൽ സിനാറിയോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും.
ഈ സിനാറിയോ പലപ്പോഴും നിങ്ങൾ കേട്ടതാകാം, എക്സ്പീരിയൻസ് ചെയ്താകാം, വായിച്ചതാകാം, അല്ലാത്തതുമാകാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഹാബിറ്റ് വളർത്തണം. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനു വേണ്ടി നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ല്, വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതിങ്ങനെ ആകാൻ പറ്റുമോ, അതിങ്ങനെ ആകാൻ സാധ്യതയുണ്ടോ, ഇതിങ്ങനെ തന്നെ ആകണമെന്നുണ്ടോ, ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ലീഗൽ പ്രൊവിഷൻസിനെ കറക്റ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ, എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഓഫ് കോഴ്സ് ഇറ്റ് ഹൈലി ഡിമാൻഡിങ് ആണ്. നിങ്ങളിങ്ങനെ ചുമ്മാ അങ്ങ് പോയിട്ട് 12ാം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ എഴുതിയാൽ പാസ്സാവില്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ദിസ് ടഫ്. സോ ഐ ഷുഡ് ചേഞ്ച്. എനിക്ക് മാറിയേ പറ്റൂ. ദെൻ ഉറപ്പായും അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റിഗറസ് ആയിട്ടുള്ള ഇവാലുവേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. CA ആവട്ടെ, കമ്പനി സെക്രട്ടറി ആവട്ടെ, ഈ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ പ്രിസിഷൻ ടു ദ പോയിന്റ്. ആർ യു റൈറ്റിംഗ് ആൻസേഴ്സ് ടു ദ പോയിന്റ്? നമ്മൾ പറയില്ലേ, വേലിയിൽ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി പോയിട്ട് കുറെ 2 പേജ് 3 പേജ്, അതിനൊന്നും ഒരു ആവശ്യമില്ല. പ്രിസൈസ്. ദെൻ പിന്നെന്താണ്? പ്രിസൈസ് കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? നിങ്ങൾ ക്ലാരിറ്റി. വാട്ട് ഈസ് ക്ലാരിറ്റി? വെദർ യു അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ. സി ദർ ഇസ് എ പ്രോബ്ലം എക്സ്പ്ലെയിൻഡ് ഇൻ എ കേസ് സ്റ്റഡി. ആ കേസ് സ്റ്റഡി വായിച്ച് നിങ്ങൾക്ക് ആ പ്രോബ്ലം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ബാക്കി എഴുതുന്ന എല്ലാ ഉത്തരവും തെറ്റാണ്. അപ്പൊ നിങ്ങളുടെ ആ ക്ലാരിറ്റി ഓഫ് തോട്ട്, understanding of the situation. Then professional presentation. എങ്ങനെയാ professional presentation? The person who is reading the answer paper should be able to understand. ബേസിക് കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതിനെ ക്ലിയർ ആയിട്ട്, പ്രിസൈസ് ആയിട്ട്, ക്ലിയർ ആയിട്ട്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ പ്രസന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരം മാർക്ക് കിട്ടുള്ളൂ. തോൽക്കാനുള്ള കാരണം ഞാൻ പറയണേ, ചുമ്മാ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചതുകൊണ്ട് കറക്റ്റാ വരയ്ക്കാതെ, പ്രൊഫഷണൽ ആയിട്ട് പ്രസന്റ് ചെയ്യാതെ, ഒരു പ്രോബ്ലം ചെയ്യാതെ ഉത്തരം എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ വർക്കിംഗ് നോട്ട്സ് ഇല്ല, അത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്തിട്ടില്ല, മാർക്ക് കിട്ടില്ല. ചിലപ്പോൾ ചില മൈനർ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ മാർക്ക് മുഴുവനും കളഞ്ഞേക്കാം. സോ നിങ്ങൾ ഇവാലുവേഷൻ സ്റ്റാൻഡേർഡിനെ കുറിച്ച് മനസ്സിലാവണം. ദെൻ പലപ്പോഴും കുട്ടികൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമേ ഇല്ല. പലപ്പോഴും നമുക്കറിയാം, ഒരു സിറ്റുവേഷൻ വരുന്നു, ഞാൻ ഇങ്ങനെ എക്സാമിനേഷൻ ഹാളിന്റെ പുറത്ത് നിൽക്കുമ്പോൾ പല കുട്ടികളോട് ഞാൻ സംസാരിക്കാറുണ്ട്. എൻ്റെ കുട്ടികളാകാം, മറ്റുള്ള കുട്ടികളാകാം, പരീക്ഷയ്ക്ക് മുമ്പാകാം, കഴിഞ്ഞാകാം. അവരോട് പറയുമ്പോൾ, അവരോട് ചോദിക്കുമ്പോൾ അതായത് നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല സർ, എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വൈ ഡോണ്ട് യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ? സി, യു മെ നോട്ട് ബി നോയിങ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഓക്കെ, ഫൈൻ, ഫാന്റാസ്റ്റിക്. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായം അതിൽ എഴുതാൻ സാധിക്കുന്നില്ല? ഇത്രയൊക്കെ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷവും, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷവും ഇങ്ങനൊരു കേസ് നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ, ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ എ കമ്പനി സെക്രട്ടറി, ഹൗ യു ആർ ഗോയിങ് ടു ഹാൻഡിൽ ഇറ്റ് എന്ന് എന്തുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല? സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഡെഫിനറ്റ് ആയിട്ടും ഒരു പരീക്ഷയുടെ റിസൾട്ടിനെ ബാധിക്കും. ഒന്ന്, ഞാൻ ക്രിസ്പായിട്ട് ഒന്നുകൂടിയും പറയാം, ഈ എക്സാം എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡിങ് ആണ്. എങ്ങനെ ഹൈലി ഡിമാൻഡിങ്? നിങ്ങൾക്കൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നിട്ടുണ്ട്, അതിൽ ഡൈനാമിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വന്നേക്കാം. സമയാസമയങ്ങളിൽ നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കോടതികൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ, ഇത് നിങ്ങളുടെ സിലബസിനെ, നിങ്ങളുടെ പരീക്ഷയെ ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ തരുന്ന സമയത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇൻഡയറക്റ്റ് ആയി, കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള, സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് ക്രിട്ടിക്കൽ, അത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അതെന്താകാൻ സാധ്യതയുണ്ട്. ഈവൻ ഇഫ് സംടൈംസ് നിങ്ങൾക്ക് റൈറ്റ് ആൻസർ അറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി റൈറ്റ് ആൻസർ ഡെലിവറി, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി. ദെൻ റിഗറസ് ആയിട്ടുള്ള ഇവാലുവേഷൻ. ഒരു സംശയവും വേണ്ട, നിങ്ങൾ എന്തെങ്കിലും എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ ഉത്തരത്തിന്റെ അടുത്ത് കൂടെ എന്തെങ്കിലും എഴുതിയോണ്ടോ ഒന്നും മാർക്ക് കിട്ടില്ല. റിയൽ ആയിട്ടുള്ള ആൻസർ എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഇവാലുവേഷൻ ടഫാണ്. പക്ഷേ നിങ്ങൾ പ്രിസൈസ് ആയിട്ട്, വളരെ ക്ലാരിറ്റിയോടുകൂടി പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്താൽ, ഇവൻ ഇഫ് യുവർ ആൻസർ ഈസ് 80%, യു മേ ഗെറ്റ് 100% മാർക്സ്. സോ എൻഡ് ഓഫ് ദ ഡേ, ലൈക്ക് ഹൗ യു പ്രസന്റ്, how you understand the question, how clear is your answer, how precise your answer, that is very important.
ഡെഫിനറ്റ്ലി ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു 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 മെന്ററുടെ ആവശ്യം വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവൻ അർത്ഥ എഡ്ജ്, നമ്മുടെ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നമ്മുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് എക്സാമിനേഷൻ നടത്തുന്നു, നിങ്ങളുടെ നോട്ട്സുകൾ ചെക്ക് ചെയ്യുന്നു, മൾട്ടിപ്പിൾ പ്രാവശ്യം റിവൈസ് ചെയ്യുന്നു. നിങ്ങളെ ഒരു തരത്തിലും തോൽക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. CS മാത്രമേ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളൂ. 25 കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുള്ളൂ. സോ ഈ ഒരു കാര്യം റിയലൈസ് ചെയ്തിട്ടാണ് വീണ്ടും ഈ ചോദ്യം വരുമ്പോൾ വീണ്ടും എനിക്കിത് ചെയ്യേണ്ടി വന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദെൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലായ്മ, ഇതൊക്കെ ആ പരീക്ഷയുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ മുമ്പ് നമ്മളൊരു പ്രിപ്പറേഷൻ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പല കുട്ടികളുടെയും പ്രിപ്പറേഷൻ ഹാബിറ്റുകൾ ഭയങ്കരമായിട്ട് തെറ്റാണ്. നോക്കൂ, 12ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ ഡിഗ്രി വരെയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൗ യു പ്രിപ്പയർ, അതേ മെത്തേഡിലല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണ പ്രിപ്പറേഷൻ ടൈമിൽ വരുന്നത് നമുക്ക് നോക്കാം. ഒരു കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷനിൽ തോൽക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഫ്രീക്വന്റ് അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന തെറ്റുകൾ, പിഴവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ആൻഡ് ടൈം മാനേജ്മെന്റ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ ഓഫ് റീസൺ ഫോർ ഫെയിലിയർ ആണ്. ഇതിനപ്പുറം വേറൊരു കാരണമില്ല. എന്താ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? ഡെയിലി പഠിക്കില്ല. അന്നെടുത്തത് അന്ന് തന്നെ പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അന്നത്തെ ക്ലാസ് എടുക്കുന്നു, അതിൻ്റെ ഓഡിയോ അയച്ചു കൊടുക്കുന്നു, വീഡിയോ അയച്ചു കൊടുക്കുന്നു, ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കുന്നു. ആദ്യത്തെ 4 ദിവസം എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നു. പിന്നെ എങ്ങനെയാണ്? പരീക്ഷ ഡിസംബറിലല്ലേ, അപ്പം നോക്കാം. പരീക്ഷ മെയ്യിലല്ലേ, അപ്പം നോക്കാം. ഇതാണ് നമ്മുടെ തോട്ട് പ്രോസസ്. സോ പ്രോകാസ്റ്റിനേഷൻ, പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഇല്ലായ്മ. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലാണ്. നോക്കൂ, എല്ലാവരും തോൽക്കുന്ന ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ പ്രോകാസ്റ്റിനേഷൻ ഉണ്ടാവാതിരിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് മാസം വരെ, അവസാന മാസം പഠിക്കുന്ന കുട്ടികൾ, ചില ആൾക്കാരുണ്ട്, ഭയങ്കര രസമാണ്. അവർ തലേ ദിവസം വരെ ഇരുന്ന് മറ്റേ മുറുക്കാനിൽ ഇങ്ങനെ ചുണ്ണാമ്പ് തേക്കുക, പാട്ട് കേൾക്കുക, ഇതൊക്കെ ചെയ്തിട്ട് അവസാന ദിവസം രാവിലെ 5 മണി വരെ പഠിക്കും. എന്നിട്ട് 5:30 വരെ ഉറങ്ങും. പിന്നെ കുളിച്ച് കഴിഞ്ഞ് പഠിക്കാൻ പരീക്ഷയ്ക്ക് പോകും. എന്തൊരു വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്! ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഡിസിപ്ലിൻ ഉണ്ടാകണം. നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആകുമ്പോൾ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകുമ്പോൾ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആകണം. നിങ്ങൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യുക. നാളത്തേക്കൊന്നും മാറ്റിവെക്കാതിരിക്കുക. അവസാന നിമിഷം ചെയ്യാൻ മാറ്റിവെക്കാതിരിക്കുക. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസെപ്ച്വൽ ക്ലാരിറ്റിയിൽ. അതിനോട് പലരും ചോദിക്കാറുണ്ട്, സാർ ഡെഫിനേഷൻ എങ്ങനെ പഠിക്കാം? അയ്യോ, ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണ്ടേ സാർ ഈ കേസ് സ്റ്റഡി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല സാർ. ഇത്രയും വലിയ പുസ്തകം, 1000 പേജുള്ള പുസ്തകം, കമ്പനി സെക്രട്ടറിയുടെ കമ്പനിയിലൂടെ പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ, കമ്പനിയിലൂടെ പുസ്തകം എന്ന് പറഞ്ഞാൽ 950 1000 പേജുണ്ട്. സോ 1000 പേജോ എങ്ങനെ പഠിക്കാം? സി, വി ആർ തിങ്കിങ് ഇൻ ദ ഡിഫറെന്റ് വേ. എന്താണ് ചിന്തിക്കണേ? നമ്മൾ 10ാം ക്ലാസ് വരെ, 12ാം ക്ലാസ് വരെ, ഡിഗ്രി വരെ നമ്മൾ ബൈ ഹാർട്ടാണ് പഠിച്ചിരുന്നത്. അതുപോലെ തന്നെ പഠിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഒരിക്കലും ബൈ ഹാർട്ട് ലേണിംഗ് നടക്കില്ല. ഇവിടെ നമുക്ക് വേണ്ടത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. വൈ ദിസ് ലോ, വാട്ട് ഈസ് ദ സിറ്റുവേഷൻ, എന്താണ് ഈ ലോ ചെയ്യുന്നത്, ഈ ലോ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്, എന്തായിരുന്നു ഈ പ്രോബ്ലം, വാട്ട് ഈസ് ദ പ്രോബ്ലം, വാട്ട് വാസ് ദ സൊല്യൂഷൻ ഓഫേർഡ്, ഈ സൊല്യൂഷൻ എങ്ങനെയാണ് ഇതിന് കറക്റ്റ് ആകുന്നത്, ഇത് മനസ്സിലാക്കണം. കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാതെ നമുക്ക് ആ തിയറി ഇങ്ങനെ വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോട്ട് പാസ്സാകാൻ പറ്റില്ല. സോ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഫാക്റ്റുകൾ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിന്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കുക, അതിന്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഇതിന് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഏരിയ ആണിത്. മൂന്നാമത്തെ നമ്മൾ നമ്മുടെ ഇവരുടെ പ്രിപ്പറേഷനിൽ വരുന്ന ഒരു മിസ്റ്റേക്കായിട്ട് നമ്മൾ കാണുന്നത്, തിയറി, പ്രാക്ടിക്കൽ പേപ്പറിൽ തിയറി മറന്നുപോകും, പഠിക്കില്ല. നമ്മുടെ വിചാരം പ്രാക്ടിക്കൽ പേപ്പർ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രാക്ടിക്കൽ പേപ്പറുകളിൽ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കമ്പനി സെക്രട്ടറി എക്സാമിനേഷൻ ആണ്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പറാണ്. അതിൽ 50 മാർക്കിന് അല്ലെങ്കിൽ 30 മാർക്കിന് തിയറി ചോദിക്കും. അത് ഓപ്ഷനായിട്ട് ചോദിച്ചാലും മതിയല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു പ്രോബ്ലം പേപ്പറിനെ പക്കാ പ്രോബ്ലം പേപ്പറായി കാണുകയും അതിനെ പേടിക്കുകയും അതുമാത്രം പഠിക്കുകയും തിയറി പഠിക്കാതിരിക്കുകയും ചെയ്യരുത്. തിയറി ചേർത്ത് പഠിക്കുക. തിയറി പേപ്പറിൽ പ്രോബ്ലംസ് ഉണ്ടാകാം. ഉദാഹരണം CMSL, കോർപ്പറേറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റിയിലോ
ധാരാളം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പേപ്പറാണ്. എന്നാൽ ആ പേപ്പറിൽ നമ്മൾ തിയറി മാത്രം പഠിച്ച കാര്യമില്ല, ആ പ്രോബ്ലംസ് പഠിച്ചാൽ 10, 20, 25 മാർക്കിന് പ്രോബ്ലംസ് കിട്ടും. ചില സിമ്പിൾ പ്രോബ്ലംസ് നമ്മൾ പാസ്സായി പോകും. അടുത്തത് ഇൻഅഡിക്വേറ്റ് റിവിഷൻ ആണ്. ഇൻഅഡിക്വേറ്റ് റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. റിവിഷനേ ഇല്ല, പഠിച്ചു തീരുന്നില്ല, പിന്നെ എന്ത് റിവൈസ് ചെയ്യാനാണ്? നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിനോട് കൂടി ടൈം മാനേജ്മെന്റോട് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പരീക്ഷ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും? നമ്മുടെ ക്ലാസ്സും അതിനോട് കഴിഞ്ഞ ഉടനെ റിവിഷനും നമ്മുടെ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അതുവഴി നമ്മൾ ആൻസർ എഴുതി പഠിക്കണം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഇപ്പോൾ പരീക്ഷ നമ്മുടെ ക്ലാസ് പോലും മുഴുവനും കേൾക്കാതെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അത് ചെയ്യരുത്. നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ എക്സാം കണ്ടീഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ എഴുതാൻ പഠിക്കണം. കാരണം 3 മണിക്കൂർ കൊണ്ട് അത്രയും ക്വസ്റ്റ്യന് ആൻസർ എഴുതുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കമ്പനി സെക്രട്ടറി എക്സാമിനേഷൻ ആവട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സാമിനേഷൻ ആവട്ടെ, 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറയുന്ന സമയത്ത് നമുക്ക് 3 മണിക്കൂർ 2 മണിക്കൂർ എഴുതാനുള്ളതല്ല 3 മണിക്കൂറിലേക്ക് തരുന്നത്. 3 മണിക്കൂർ എഴുതാനുള്ള, നമുക്ക് എഴുതാൻ പ്രാക്ടീസ് ഇല്ലെങ്കിലോ, നമുക്ക് സ്പീഡ് ഇല്ലെങ്കിലോ, നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണില്ലെങ്കിലോ, വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ ഒരു 80% പോലും എഴുതാൻ പറ്റാതെ നമ്മൾ ഇറങ്ങിപ്പോരും. സോ ഡെഫിനറ്റ്ലി നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എഴുതി പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തതാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. എന്നെ പലരും ചോദിക്കുന്നതാണ്, രാജു സാറേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാ? സർ, CA ഇന്ററാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ കോർപ്പറേറ്റ് ലോ എന്നൊരു പേപ്പറുണ്ട്. ഈ പേപ്പറിൽ ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചാൽ ഞാൻ പാസ്സാവും? കമ്പനി സെക്രട്ടറി എക്സാമിനേഷൻ ആണ്. സർ, ടാക്സ് ഭയങ്കര ടഫാണ് സാർ, ഏതൊക്കെ ചാപ്റ്ററാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്? അല്ലെങ്കിൽ സാറിൻ്റെ ആ ചെറിയ പുസ്തകം, കൊച്ചു പുസ്തകമുണ്ടോ? ചെറിയ പുസ്തകം, ഷോർട്ട് കട്ട്, സ്മോൾ ബുക്ക്. സർ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തരാൻ പറ്റുമോ സാറിന്? സർ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് തരാൻ പറ്റുമോ സാറിന്? പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഞങ്ങൾ ആരുമല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. 2, ഇതൊരു പ്രൊഫഷണൽ എക്സാമിനേഷൻ ആണ്. അങ്ങനെ സെലക്റ്റീവ് സ്റ്റഡി ചെയ്തിട്ട് ഷോർട്ട് കട്ടോട് കൂടി പാസ്സാകാനൊന്നും പറ്റില്ല. ഏത് ഏരിയ എന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, ഏത് ഏരിയ എന്ന് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം, ഏത് ടോപ്പിക് എന്ന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഫ്ലൂക്ക് എന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക് എന്നൊരു 20 മാർക്കിന്റെ ചോദ്യം ചോദിക്കില്ല, എന്താ ഉറപ്പ്? സോ ഡോണ്ട് റിലൈ ഓൺ ദിസ് ലാസ്റ്റ് മിനിറ്റ് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ലാസ്റ്റ് ഡേ സ്റ്റഡി. പുസ്തകം മുഴുവൻ പഠിക്കാതെ അങ്ങനത്തെ പുസ്തകങ്ങൾ പഠിച്ചത് കൊണ്ട് പാസ്സാകില്ല. ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി മെറ്റീരിയൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ എടുക്കുക, ആ സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നല്ല ഒരു സ്ഥലത്തൊരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്, എങ്കിലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ, ഇനി സൈക്കോളജിക്കലി എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ പാസ്സാകുക? സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് എന്താണ് അവരുടെ മനസ്സിൽ? അല്ലെങ്കിൽ പാരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാടുകളും എങ്ങനെയാണ് നമ്മളെ പാസ്സാകുന്നതിൽ നിന്നും വിഡ്രോ ചെയ്യിക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കുന്നത്? ഒന്ന്, നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. CA ഒക്കെ എഴുതുന്ന കുട്ടികൾ അല്ലെങ്കിൽ CS ആരോടും സംസാരിക്കില്ല, പുറത്തൊന്നും പോകില്ല, അമ്പലത്തിലോ പള്ളിയിലൊന്നും പോകില്ല, സിനിമയ്ക്കൊന്നും പോകില്ല, ചായ കുടിക്കാൻ പോകില്ല, ആരോടും വർത്താനം പറയില്ല, റൂമിൽ തന്നെ ഇരിക്കും, ഒരു സൈഡിൽ ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, ഹൗ മച്ച് സ്ട്രെസ് യു ആർ ടേക്കിംഗ്. ഇത്രമാത്രം സ്ട്രെസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് ടൈം മാനേജ്മെന്റോട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ ഓഫ് ഫെയിലിയർ ഇതൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. പ്രോപ്പറായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു മെൻറ്ററെ കണ്ടെത്തുക, ആ മെൻറ്ററോട് സംസാരിക്കുക, ആ മെൻറ്ററോട് സംസാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുക, അദ്ദേഹത്തെ ഫോളോ ചെയ്യുക. അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കുറേ ആൾക്കാർ പഠിക്കുന്ന സ്ഥലത്ത് പഠിച്ചത് കൊണ്ട് പാസ്സാവില്ല, കുറേ നല്ല പരസ്യം ചെയ്യുന്ന സ്ഥലത്ത് പഠിച്ചുകൊണ്ട് പാസ്സാവണമെന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥലത്ത് പഠിക്കാൻ ശ്രമിക്കുക. 2, ബിലീവിങ് ഓൺ മാർക്കറ്റ് ടോക്ക്. നമ്മുടെ നാട്ടിൽ ആൾക്കാരോട് ചോദിക്കുകയാണ്, എന്താ പഠിക്കണേ കുട്ടിയെ? ഞാനേ CA പഠിക്കാം. CA? ആ മുഖത്ത് തന്നെ, ആ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഒരു പേടി. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ലല്ല, ഒന്നുമില്ല, ഞാനൊന്നും പറയില്ല. എന്നാലും പറയുന്നേ, എന്താ കാര്യം? അല്ല, ഒന്നുമില്ല. അല്ല, എന്നാലും അതല്ല, ഞങ്ങളുടെ അറിവിൽ എൻ്റെ ഒരു 5-6 കുട്ടികൾ ഒരു 6-7 കൊല്ലമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കഴിവില്ലാഞ്ഞിട്ടാവാം, എനിക്കറിയില്ല. പക്ഷെ അവർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഈ ചോദിച്ച കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി.
കമ്പനി സെക്രട്ടറി പരീക്ഷ എന്താ പഠിക്കണേ? കമ്പനി സെക്രട്ടറിയോ അതൊന്നും സാധിക്കില്ല കേട്ടാ. എൻ്റെ അപ്പുറത്തെ ചേട്ടൻ, ഇപ്പുറത്തെ ചേച്ചി, അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിൽ അപ്പുറത്തെ ആള്, ഇപ്പുറത്തെ ചേട്ടൻ്റെ ഇപ്പുറത്തെ ആള്, ഇവരൊക്കെ എഴുതിയിട്ട് കിട്ടാണ്ട് എന്തൊരു ബുദ്ധിമുട്ടാ ഈശ്വരോ. ഇതൊന്നും പഠിക്കാൻ പറ്റില്ല കേട്ടാ. ഇത് ബിലീവിങ് ഓൺ മാർക്കറ്റോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാർക്കറ്റിൽ ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, ഹൈലി ഡിമാൻഡിങ് കോഴ്സാണ്, ഭയങ്കര വലിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. അപ്പം അത് ടഫാവും ഉറപ്പാ. അപ്പുറത്തെ ചേട്ടൻ തോൽക്കും, ഇപ്പുറത്തെ ചേച്ചിയും തോൽക്കും, അതുകൊണ്ട് ഞാൻ തോൽക്കണമെന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചെങ്കിലും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു കമ്പനി സെക്രട്ടറിയെ കണ്ടിരുന്നില്ല. 1994 ഞാൻ കണ്ടിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ കമ്പനി സെക്രട്ടറിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് കമ്പനി സെക്രട്ടറി പഠിക്കുന്ന ഒരാളെ കൂടി എനിക്ക് അറിയില്ലായിരുന്നു. ആരോട് ചോദിച്ചാലും അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ? അറിയില്ല കേട്ടോ എന്നുള്ളതാണ്. 1994 I have taken the risk. ഞാൻ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത്, നിങ്ങളൊക്കെ പറയുന്നില്ലേ സാർ കോട്ടയത്ത് നിങ്ങൾ വരാൻ പറ്റുമോ, ട്രിവാൻഡ്രത്ത് നിന്ന് പഠിക്കണമെന്ന്. ഞാൻ 94 ഇവിടെ നിന്ന് എൻ്റെ ജോലി രാജിവെച്ചിട്ട് ഒരു ചെറിയൊരു കമ്പനിയിൽ ചെറിയൊരു ജോലിയായിട്ട് ട്രിവാൻഡ്രത്ത് പോയിട്ട് ഞാൻ പഠിച്ചു. അന്ന് എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്ത്, ഐ ക്യാൻ ഡു ദിസ്, ഐ ബിലീവ് ഇൻ ദിസ് കോഴ്സ്. ആ ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടാകണം. നാട്ടുകാർക്ക് പലതും പറയാം, കാരണം അവരാരും ഇത് ചെയ്യുന്നില്ല, നിങ്ങളാണ് ഇത് ചെയ്യുന്നത്. സോ ഡോണ്ട് ബിലീവ് വാട്ട് അതർ പീപ്പിൾ ആർ സേയിങ്, ബിലീവ് യുവർ സെൽഫ്. ദെൻ കമ്പാരിസൺ. നിങ്ങളുടെ ഒപ്പം പഠിച്ച കുട്ടികൾ മുമ്പിൽ ഓടിപ്പോയി, അവരാദ്യം പാസ്സായി, ഞാൻ പാസ്സായില്ല, അതുകൊണ്ട് ഞാൻ കഴിവുകെട്ടവളാണ്. ഡോണ്ട് തിങ്ക് ഇൻ ദാറ്റ് വേ. ചിലർക്കിത് പെട്ടെന്ന് നടക്കും, ചിലർക്കിത് മെല്ലെ നടക്കുള്ളൂ. പക്ഷെ 2-3 അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ നോളജ് അവരെക്കാട്ടും നല്ല നോളജ് ആയിരിക്കും, അവരെക്കാട്ടും ഭയങ്കര സ്പീഡിൽ നിങ്ങൾ എലിവേറ്റ് ചെയ്ത് പോകും. സോ പീർ പ്രഷറിന് ഒട്ടും ഇതാവാതിരിക്കാം. ദെൻ അടുത്തത് ലാക്ക് ഓഫ് പ്രോപ്പർ ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ്. 2 കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഈ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കുറേയധികം കുട്ടികളുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ കോഴ്സ് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പക്ഷേ സെൽഫ് സ്റ്റഡി ഭയങ്കര ഡേഞ്ചറാണ്. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഗൈഡഡ് സ്റ്റഡി ചെയ്യണം. നല്ലൊരു മെന്ററെ കണ്ടെത്തണം. ഒരു കമ്പനി സെക്രട്ടറി, എക്സ്പീരിയൻസ് ഉള്ള, പറ്റുമെങ്കിൽ അത് മാത്രം പഠിപ്പിക്കുന്ന, ക്ലാസ് റൂം ലെക്ചറിങ് നടത്തുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറയുന്നേ ഇല്ല. അദ്ദേഹത്തിന്റെ ജോലി ആ പുസ്തകത്തിലുള്ളത് പറഞ്ഞു പോക്കാണ്. അങ്ങനെ നമുക്ക് ഒരിക്കലും മെന്റർ ചെയ്യാൻ പറ്റില്ല ഒരു കുട്ടിയെ മെന്റർ ചെയ്യണമെങ്കിൽ അയാൾക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ആ ജോലി ചെയ്ത പരിചയം ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് തരാൻ സമയം ഉണ്ടായിരിക്കണം, അയാളുടെ കയ്യിൽ ഡിവോട്ട് ചെയ്യാൻ സമയം ഉണ്ടായിരിക്കണം. 10, 20, 25, 30 കുട്ടികളെ പഠിപ്പിക്കാം. ഞാൻ എങ്ങനെ 300 കുട്ടികളെ പഠിപ്പിക്കും? പറ്റില്ല. അപ്പൊ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. ജീവിതത്തിൽ സമയത്തിന് ഭയങ്കര വിലയാണ്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ 6 മാസം വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാതെ സെൽഫ് സ്റ്റഡി ഉപേക്ഷിച്ച്, അല്ല നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആകാം. പക്ഷെ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും പറയരുത്, കാരണം ഇത് അത്ര വലിയ കോസ്റ്റ് ഉള്ള കോഴ്സൊന്നുമല്ല, വളരെ ചെറിയ പൈസ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ്. അപ്പൊ സെൽഫ് സ്റ്റഡി ഉപേക്ഷിച്ച് ഒരു മെന്ററിങ്ങിന് പോവുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ പരസ്യം ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പരസ്യങ്ങളിൽ ആകർഷ്ടരാകാതിരിക്കുക. നിങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കുക, അവരുടെ പാസ്റ്റ് റിസൾട്ടുകളെ കുറിച്ച് ചോദിക്കുക. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 13 കൊല്ലമായി 26 ബാച്ച് പുറത്തോട്ട് പോയി. ഫുള്ളി ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറീസ്, സെമി ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറീസ്, റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് മനസ്സിലാക്കി ഇവിടെ പഠിക്കണം നല്ലതാണ്. ഞാൻ എൻ്റെ അടുത്ത് ആകെ 25 സീറ്റേ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് മെനി സീറ്റ്സ്. അപ്പോൾ 25 സീറ്റ് വെച്ച് നിങ്ങൾക്കൊക്കെ ക്ലാസ് തരാൻ പറ്റും, എനിക്കൊന്നും സാധിക്കത്തില്ല. സോ യു ക്യാൻ ഗോ ടു എനി അതർ പ്ലേസ്. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യമായിരിക്കണം നിങ്ങൾക്ക് പ്രധാനം. ദെൻ പ്രഷർ, വർക്ക് ലൈഫ്. നിങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് കഴിയുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകും. ആ സമയത്ത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും.
ഇതിനെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ സൈക്കോളജിക്കൽ എൻവയറൺമെന്റൽ ഫാക്ടറുകളെ കൺസിഡർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് രാജ് സാർ പറഞ്ഞതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമുമായിട്ട് എന്താണ് ഈ എക്സാം നിങ്ങളെന്ന് പ്രതീക്ഷിക്കണം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അപ്രോച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്രോച്ച്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്രോച്ച് വളരെ സിമ്പിളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകത്തിലെ ഇൻഫർമേഷൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. പുസ്തകത്തിലെ ഇൻഫർമേഷനോട് ചേർന്ന് നിൽക്കുന്ന അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അപ്ഗ്രേഡഡ് ഇൻഫർമേഷൻസ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് മനസ്സിലാക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വാട്ട് ഈസ് ദിസ്, വൈ ഈസ് ദാറ്റ്, ഹൂ ഈസ് ദാറ്റ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും കാണില്ല. നിങ്ങൾക്ക് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും. ഐ റിപ്പീറ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതീക്ഷിക്കുന്നത് അവർ തന്നിരിക്കുന്ന പുസ്തകം, സിലബസ്, ആ സിലബസിലെ മോസ്റ്റ് അപ് ടു ഡേറ്റ്, മോസ്റ്റ് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. അതല്ലാതെ നിങ്ങളുടെ മെമ്മറൈസിങ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. 2, ക്വാളിറ്റി. ഡെഫിനറ്റ്ലി നിങ്ങൾ ആ കോച്ചിങ്, നിങ്ങൾ ധാരാളം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ കാണും. ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തിയിട്ട് ഈ ഒരു ഇൻറ്റൻഷനോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു കമ്പനി സെക്രട്ടറി ആകും. സോ ഈ കോഴ്സ് മോശമായതുകൊണ്ടോ ഇത് ടഫായതുകൊണ്ടോ മാത്രമല്ല നമ്മൾ തോൽക്കുന്നത്, നമ്മുടെ പ്രിപ്പറേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് www.arthacs.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ ഇതിൻ്റെ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത് വായിക്കാവുന്നതാണ്. സോ ഞാൻ 31 മിനിറ്റ് എടുത്തു ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഈ 31 മിനിറ്റിൽ മാറിയേക്കാം, അല്ലെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ മാറിയേക്കാം. കാരണം ഒരു ശരിയായ തീരുമാനം ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും സമയം ഈ വീഡിയോ സമാധാനമായി കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വേറൊരു കാര്യവുമായിട്ട് വരാം. അതുവരെ ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.